ദിവ്യ എസ് അയ്യർ ദേ സംഘികളുടെ മൂട്ടിലും തീയിട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരാണ് മുഖ്യ ഇരയെങ്കിൽ ഇത്തവണ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ചരിത്രത്തെ ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സംഘപരിവാർ മനസ്സുള്ളവർ ഈ നാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ പിന്നോക്കക്കാരായിട്ടുള്ള സ്ത്രീകളെയെല്ലാം പരിഗണിച്ചിരുന്നത്, അവരോട് കാട്ടിയിരുന്ന ക്രൂരകൃത്യങ്ങൾ, നീതികേടുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ സംഘികൾക്കും ദിവ്യ എസ് അയ്യരുടെ തോളിക്കയറാനുള്ള ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ പാടില്ലല്ലോ. ആ പറയുന്നത് ഈ നാട്ടിലെ മഹാ അപരാധമാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേഷനെ പൊളിച്ചുകൊണ്ട് മുന്നേറുന്ന, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്ത ധൈര്യശാലിയായ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കല്ലുമാല സമരത്തിന് ഒരു ഇപ്പോൾ ശതാബ്ദി കുറിക്കുകയാണ് നമ്മളല്ലേ. 1915 കല്ലുമാല സമരം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അന്ന് കൊല്ലത്ത് നടന്ന ഒരു സമരമായിരുന്നു. ജാതീയമായും വർഗീയമായും ലിംഗഭേദവും ഒക്കെ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിച്ച് അവരെ ചൂഷണം ചെയ്ത് നാട്ടുനടപ്പ് അംഗീകൃതമായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഏതാ, ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള കാലമാണ്.